എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത്. മധുരമുള്ളതൊന്നുമല്ല, പൊരിച്ച റവ പത്തിരി. എനിക്ക് അരിപ്പത്തിരിയെക്കാട്ടിയും നല്ലതായിട്ട് തോന്നി. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാനപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വരൂ. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു അരക്കപ്പോളം വരും. ജീരകം 1/4 ടീസ്പൂൺ, ചെറിയ ഉള്ളി 1 പച്ചമുളക്. ഇതൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരണം. നമ്മൾ വച്ച വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തേക്കാം. ഒന്ന് തിളച്ച് വന്നോട്ടെ. എന്നിട്ട് നമ്മൾ റവ പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൊരിച്ച റവപ്പത്തിരി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റവ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പ്രധാനപ്പെട്ട ചേരുവയും റവയാണ്. ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഒന്നിളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. റവ ആ വെള്ളമൊക്കെ വലിച്ചെടുത്ത് നല്ലതുപോലെ വെന്ത് വരും. ഫ്ലെയിം ലോയിൽ വെച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് എള്ളം, കറുത്ത എള്ളം. അതുപോലെ ഉണ്ടെങ്കിൽ ഒരല്പം കരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അല്പം മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 1/4 കപ്പ് മൈദയാണ് എടുത്തത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കാം. നമുക്ക് പരത്തിയെടുക്കാൻ പാകത്തിന് ആക്കി എടുക്കണം. നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് പരത്താം. പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്നൊരു പരുവത്തിൽ നമുക്ക് ഇരിക്കട്ടെ. നമുക്കിനി തണുത്തിട്ട് പരത്തിയെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഇവിടെ ഇരുന്നൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചപ്പാത്തി പലകയിലോ എല്ലാം വെച്ച് പരത്തിയെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ഷേപ്പൊക്കെ വരുത്തി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഇനിയും കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരല്പം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാനിതിലേക്ക് ചേർത്ത് കുഴയ്ക്കാൻ നേരത്ത്. അതൊന്നുകൂടി നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വേണമെങ്കിൽ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയിട്ട് പരത്തി ഇങ്ങനെ നമുക്കൊരു ഷേപ്പ് ചെയ്ത് മുറിച്ചെടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ വലിയ ഒരു ചപ്പാത്തിയുടെയൊക്കെ വലിപ്പത്തിൽ പരത്തിയിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാം. അങ്ങനെ നമുക്ക് ഫുൾ മാവും പരത്തി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം, പൊരിച്ചെടുക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. ഇതിലേക്ക് എണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് കുക്കിങ്ങിന് എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ വെളിച്ചെണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2-3 എണ്ണമൊക്കെ ഒരുമിച്ചിട്ടാൽ മതി.
ഒരല്പസമയം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി, മറിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു വശം നല്ലതുപോലെ റോസ്റ്റായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ടൊരു ഗോൾഡൻ യെല്ലോ കളറാവുമ്പോൾ നമുക്കെടുത്ത് മാറ്റാം. ഉള്ളു നല്ലതുപോലെ വെന്ത് കിട്ടണം. മറിച്ചിട്ട് കൊടുക്കാം. ഇത് കുറച്ച് കനമുള്ളത് കൊണ്ട് ഉള്ളു വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടി മുക്കണം, എന്നിട്ട് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുള്ളൂ. കുറച്ചൊന്ന് പോളച്ചൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്തു മാറ്റാം. ഇനി ഇത്രയും മാവും കൂടി ഉള്ളൂ. ഇത് നല്ലതുപോലെ ഒന്ന് പരത്തി എടുക്കാം. കണ്ടോ, പൊറോക്കെ നല്ല കുമിള പോലെ നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി കഴിക്കാൻ ബെസ്റ്റാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. വേറെ ഇതിനെ കൂട്ടി കഴിക്കാനൊന്നും വേണ്ട, വേറെ ഇതുപോലെ തന്നെ കഴിക്കാം. കുറച്ചൊരു ക്രിസ്പി പോലെയാണ് പുറം ഇരിക്കുന്നത്. നമ്മൾ പെട്ടെന്നൊന്ന് മുറിച്ച് കഴിയുമ്പോൾ കണ്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. കഴിക്കാനും നല്ല ടേസ്റ്റുണ്ട്. മധുരമൊന്നുമില്ല, പക്ഷേ ഇതിനകത്ത് ആ എള്ളിൻ്റെയും ജീരകത്തിൻ്റെയും തേങ്ങയുടെയും ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. റവ പത്തിരി എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. നമുക്ക് വെറുതെ തന്നെ കഴിക്കാം, ചായയുടെ കൂടെ വെറുതെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു.